എടാ നാറി, നീ എന്നെ വിളിച്ച മാ കൂട്ടിയോ? നിന്റെ വീട്ടില് എല്ലാരും ഞാൻ അത് വിളിച്ചേക്കുന്നത്. പോടാ പാട്ടി, ഞാൻ പാടുകൂടാ. വേണം നീ കേട്ടവനല്ലേ, നീ എന്റെ ലൈവ് ഇരിക്കണം. പോടാ ചേട്ടൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ പറയുവാണ്, രേണു സുധിയുടെ വീഡിയോ ആണ്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്യാം. അത് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ രേണു സുധി അങ്ങനെ ഓരോ ദിവസം തോറും പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഇപ്പം ലൈവിൽ വന്നിട്ട് ഒരുത്തിനെ പൂര ചീത്ത വിളിച്ചതേ ഉള്ളൂ. അവനും ലൈവിൽ രേണുവിനെ കമൻറ്റ് വഴി ചീത്ത വിളിച്ചു. തിരിച്ച് ആ കമൻ്റ് ഇട്ടവന് പൂര ചീത്ത തിരിച്ചും കൊടുത്തു. അതായത് ഇപ്പോൾ രേണുവിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ബാറിലാണല്ലോ, ദുബായ് ബാറിലാണല്ലോ. ബാറിൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കാണുന്ന ആൾക്കാർ കമൻ്റ് അടിക്കും. പ്രത്യേകിച്ച് രേണുവിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ പറയണ്ടല്ലോ ഒന്നും. അപ്പോൾ അങ്ങനെ പാട്ട് പാടുന്നതിനെക്കുറിച്ച് ആരോ ഒരാൾ കമൻ്റ് ഇട്ടു, എടി ഡാഷ് നീ പാട്ട് പാടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ രേണു സുധി ലൈവിൽ കൊടുത്തത്. നല്ല മാറ്റമുണ്ട് കേട്ടോ, ഇപ്പോൾ പ്രതികരിക്കാനൊക്കെ പഠിച്ചു തുടങ്ങി. ല്ലോ നിക്കർ ഡാൻസ്, വെറുതെയാണ് ആൾക്കാർ നിക്കർ വിധവയെന്നൊക്കെ വിളിക്കുന്നത്. ഇമാതിരി പരിപാടിയല്ലേ കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നെഗറ്റീവിന് വേണ്ടി മനഃപൂർവ്വമാണ് ഇമാതിരി വേഷം കെട്ടൊക്കെ രേണു സുധി കാണിക്കുന്നത്. കാരണം രേണുവിനറിയാം നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടോ അല്ലെ നല്ല വീഡിയോ ചെയ്തിട്ടോ ഒന്നും പ്രയോജനമില്ല. ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചാൽ ആൾക്കാർ എടുത്ത് വെച്ച് അലക്കും, നെഗറ്റീവ് കമൻറ്റുകൾ വരും, നെഗറ്റീവ് ഒരുപാട് വരുമെന്ന് നന്നായിട്ടറിയാം. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ ജനങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ അല്ലെ പ്രേക്ഷകരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് കാണിക്കുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രഹസനങ്ങളാണ് രേണു സുധി കാണിക്കുന്ന. അവസാനം ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ വരെ തുടങ്ങി. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും രേണു സുധി ഇന്ന് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. ഐറ്റം വന്നിട്ടുണ്ട്. കണ്ടോ ദാണ്ടിരിക്കുന്നത്. ഇപ്പൊ പോരട്ടാ റാസൽ ഗെയിമില് ചെമ്പരത്തിലേക്ക് വാ, ഞാനുണ്ട്. ഞാൻ എന്തായാലും 2-ാം തീയതി വരെ ഉണ്ടാകും. നിങ്ങൾ വാട്ടോ, നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ കണ്ടല്ലോ എന്താണ് ആ കാണിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബാറിൽ എന്താ ഉണ്ടാവുന്നത് അത് തന്നെയാണ് ഇവിടെ രേണു സുധി വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രേണു സുധി എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം കഴിഞ്ഞ ദിവസം രേണു സുധി കള്ള് പ്രൊമോട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ രേണു സുധിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആരെന്ത് പരാതി കൊടുത്താലും എനിക്കൊരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ദുബായിൽ അവിടെ ഒരു ബാറിലിരുന്നു കൊണ്ട് മദ്യം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇനി നിങ്ങൾ പറയും ഇത് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണോ? ഒരിക്കലും അല്ല. ഇതൊരു തരം വാശിയാണ്, മറ്റുള്ളവരോടുള്ള ഒരു തരം വാശി. ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഇത്രത്തോളം തരം താഴ്ന്നു പോകത്തില്ല. അവരേതെങ്കിലും രീതിയിൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ വരുമാനം കണ്ടെത്തുകയും കുടുംബവും കുട്ടികളെയൊക്കെ നോക്കും. ഇപ്പം രേണു സുധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുതരം അഹങ്കാരമാണ്, അഴിഞ്ഞാട്ടമാണ്. അല്ല, 3 ചേട്ടന്മാരും കൂടി 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്നത് കണ്ടല്ലോ എന്നെപ്പറ്റി നെഗറ്റീവ്. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നീയൊക്കെ വായിച്ചിരുന്നു. എടാ നാണമില്ലേടാ നിനക്കൊക്കെ? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്കറിയത്തില്ല. അറിയാം എൻ്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടുകൊണ്ടിരിക്കടാ. ഞാൻ ഇനി എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടൻസ് ഇട്ടുകൊണ്ടിരിക്കും. നീയൊക്കെ നിൻ്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെക്കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ. അപ്പം നീയൊക്കെ ഇട്ടോണ്ടി. 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഞാനങ്ങ് നിർത്തുമെന്നാണോ വിചാരം? നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു കൊടുക്കും. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ. നിൻ്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കും. എന്നോടായതുകൊണ്ട് നിനക്കൊക്കെ എന്തും പറയാം, മനസ്സിലായോ? പറഞ്ഞുകൊണ്ടിരിക്കടാ, എനിക്ക് വല്ലി മനസ്സിലായി. ഇപ്പോൾ ഇവള് മറുപടി കൊടുത്ത ആർക്കാണെന്ന് അറിയണ്ടേ? 3 പേർക്കാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബർമാരായിട്ടുള്ള വിവി, ബിച്ചു സ്ട്രോക്ക്, അതുപോലെ തന്നെ വേറൊരു യൂട്യൂബറും കൂടെ ഉണ്ട്. ഇവർ 3 പേരും കൂടെ കാറിലിരുന്ന് രേണു സുധിക്കെതിരായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടിയാണ്
ഇത്ര കലുതുള്ളി അങ്ങ് വന്ന് കൊടുക്കുന്നത്. എന്തായാലും ആ 3 പേര് ഇരിക്കുന്ന ആ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പോഴല്ലേ എക്സ്ക്ലൂസീവ് എടുത്ത് കണ്ടില്ലേ, സൈഡിൽ കാണിക്കാം. രേണുവിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊള്ളാം, പക്ഷെ തെരഞ്ഞെടുത്ത മാർഗമാണ് അതാണ് നമ്മളെല്ലാരും പറയുന്നത്. ഈ മാർക്കറ്റിംഗ് സ്കില്ല് വെച്ചിട്ട് നിങ്ങൾ എവിടെയോ പോകേണ്ട ഒരു സ്ത്രീയാണ്. പക്ഷെ നിങ്ങളുടെ ഈ തോന്നിവാസം കാരണം രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ കുറെ കിടക്കുന്നു. ആ വീഡിയോസും കുറച്ച് കണ്ടു. എന്തായാലും പുറത്ത് വിട്ടുള്ള ആളും മനു എന്തായാലും നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് ഇന്ന് ലൈഫ് ഓഫ് അനന്ത് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേന് നമ്മളെ വീഡിയോ കോളും കൂടെ ചെയ്തു. എന്നിട്ട് ഒരു ചോദ്യം അതിനകത്ത് ചോദിച്ചു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും ഈ വീഡിയോക്കകത്ത് കാണിക്കും. പിന്നെ രേണു സുധി ഒരു വീഡിയോ മുക്കിയിട്ടുണ്ട്. രേണു സുധിയുടെ ഇന്നലെ ഒരു വീഡിയോ പുറത്തുണ്ടായിരുന്നേ നമ്മുടെ രാജേട്ടന്റെ ചാനലിനകത്ത്. ഇവർ ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഈ സ്ത്രീയുടെ ഒരു ശരിക്കുള്ള ക്യാരക്ടർ എന്താന്ന്. ഇപ്പൊ അവര് നൈസായിട്ട് ആ വീഡിയോ മുക്കിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. അതിനകത്ത് പ്രോപ്പർ ആയിട്ട്, അതായത് എക്സ്ക്ലൂസീവ് സെപ്പറേറ്റും നോർമൽ നമ്മൾ ഓഡിയൻസിന് കാണുന്ന സെപ്പറേറ്റും ഉണ്ട്. അപ്പൊ ആ 2 ഭാഗത്തിലും സെയിം വീഡിയോ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ നോർമൽ റീലിനകത്ത് ഇവര് ഇട്ടേക്കുന്ന അണ്ടർ സ്കേർട്ട് ഇവര് ഭയങ്കര പൊക്കിയൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇവര് സബ്സ്ക്രിപ്ഷനകത്തോട് വന്നപ്പോ അത് നൈസായിട്ട് താത്തിട്ടേക്കുന്നത്. പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എന്നിട്ട് ആൾക്കാർ പ്രതികരിക്കുന്നത് കണ്ടിട്ട് നൈസായിട്ട് അതങ്ങ് മുക്കി. അതെന്തോ പറ്റിയാണ് ചേച്ചി മുക്കിയത്? എന്തായാലും ഈ 3 യൂട്യൂബർക്കെതിരെയാണ് രേണു സുധി ഇപ്പോൾ ഒന്ന് കലിതുള്ളി പോയത്. അതായത് മാസ്റ്റർ മൈൻഡും മനു, വിവി ഹിയർ, ബിജു സ്ട്രോക്ക്, ഈ 3 പേരാണ് കാറിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനെതിരെയാണ് വന്നിട്ട് രേണു ഇങ്ങനെ വന്നിട്ട് കലിതുള്ളി പോയത്. ഞാനിപ്പോ തൊപ്പി വെക്കാറില്ല ശവമേ, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ആരുടെയെങ്കിലും വീഡിയോ കണ്ടിട്ട് എല്ലാം ഡാനി വിളിച്ചെഴുന്നുള്ളതെ ഈ തൊപ്പി വെച്ച ആരാന്നറിയോ? ഞാൻ കാണിച്ചു തരാം ആരാന്ന് വെച്ചാൽ. കണ്ടേ, ആ മഹത്തായ വ്യക്തി മറ്റാരുമല്ല, വിവി ഹെയർ ആണത്. പിന്നെ ബിജു ചേട്ടനും മനു, പിന്നെ വിവി ചേട്ടനും, ഇവരെ 3 പേരും ഇരുന്ന് സംസാരിച്ചാണ് ഈ പറയുന്ന രേണു ചേച്ചിക്ക് ഡാനി സത്യനായിട്ട് തോന്നിയത്. എന്ത് ചെയ്യാനാ ചേച്ചി, നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ആ ബാറി വല്ല ഉദ്ഘാടനം ചെയ്ത് ഇരുന്നു കൂടെ? ഓക്കെ, ചേച്ചിയുടെ ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് വെച്ചുതരാം. അത് കഴിഞ്ഞിട്ട് ചേച്ചി മറുപടി കൊടുക്കണം. ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനൊന്നുമില്ല. ഇതിനേക്കാൾ മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? എന്റെ ഇഷ്ടമാണ്. നിന്നെ വെല്ലുവിളിക്കുക. നീക്ക് ഇനി ഇട്ടോണ്ടിരിക്കണ, ഞാൻ ഇനി എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇട്ടോണ്ടിരിക്കും. നീക്ക് നിന്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് നിൽക്കുക കഴിച്ചാലും കഴിക്കുന്നുണ്ട്. അപ്പൊ നീക്ക് എപ്പോഴും 3 പേരുടെ കാറിലെന്ന് എനിക്കെതിരെ പറയുന്നത്. നീക്ക് ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ഞാനങ്ങ് നിർത്തുന്നാണ് വിചാരം. നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്ക് ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യത്തോടെ വേറെ ഒരു പെണ്ണുങ്ങളെ ഞാൻ പറയാൻ നോക്കൂ. നിന്റെ മോണ്ടൊക്കെ അടിച്ചു മുട്ടിക്കും. പറയേണ്ടതെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട് ചേച്ചി. രേണു സുധിയുടെ വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ നിനക്കൊന്നും വേറെ പണിയില്ലേ, എന്നോട് ഇന്നലെ ഒരു സുഹൃത്തും കൂടെ പറഞ്ഞിട്ടുണ്ടായി, എന്തിനാണ് വെറുതെ ഈ കോണ്ടന്റ് എടുത്ത് വെറുതെ അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതിന്. അപ്പൊ നമ്മളിപ്പോൾ ചെറിയ കാര്യങ്ങൾ പറയുന്ന പോലും ചേച്ചിക്ക് കൊള്ളുന്നുണ്ട്. രേണു സുധിയെ കുറിച്ച് വലിയൊരു കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ വോയിസ് ഞാനൊന്ന് വെച്ചുതരാം. അതിനാ നീ എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല? ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടിൽ. ഈ സുധി ഉള്ളപ്പോഴാണോ സുധി മരിച്ചത്? ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഉള്ളപ്പോഴും ഈ സുധിയുടെ അറിയാണ്ട് ഇവൾക്ക് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. ഇവരുടെ അത്ര പ്രായമില്ല. പയ്യൻ എത്ര 20 വയസ്സാണുള്ളൂ കേൾക്കണം. 20-25 അതിന്റെ ഉള്ളിലുള്ള പയ്യന്റെ പ്രായം. ആ പയ്യനായിട്ട് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷനായി. അങ്ങനെ റിലേഷനായിട്ട് ഇവള് പ്രഗ്നന്റ് ഇവള് പ്രഗ്നന്റ് ആയി. അപ്പൊ എന്താ വെച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു. ഈ 3 പേർക്ക് കാര്യം അറിയുള്ളായിരുന്നു. എനിക്ക് അങ്ങോട്ട് വലിയ വിഷമായി. കാരണം നമ്മൾ അത്രമാത്രം എനിക്ക് തിന്നാൻ തന്നെ ആഹാരം ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഓടിച്ച അതുവരെ ഞാൻ അതിന്റെ പകുതി കൊടുത്ത് എന്താ പറയുക ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത്രയും വാല്യൂ ചെയ്ത് എന്റെ അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു കൂട്ടുകാരിയായിട്ട് കണ്ടിട്ട്. സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ അല്ലേ ഇതിനാദ്യം മറുപടി കൊടുക്ക്. അല്ലാതെ ഈ കിടന്ന് യൂട്യൂബേഴ്സ് അത് പറഞ്ഞു ഇത് പറഞ്ഞു നീയൊക്കെ അങ്ങനെയാണ് മറ്റേതെന്ന് പറഞ്ഞ് ചൊറിയാൻ നിൽക്കണ്ട. പിന്നെ യൂട്യൂബേഴ്സ് എന്തിനാണ് ചെയ്യുന്നത്? അവരുടെ കോണ്ടന്റ് മാത്രം ചെയ്തു പോകുന്നു. നീ സത്യത്തിൽ ലോക തോൽവിയാ. ഇതിന് മറുപടി കൊടുക്ക്.